നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ വായന ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ തിരക്കിലായി പോയി, അതിനാലാണ് വായന ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക്, നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിലേക്ക് വെളിച്ചം പകർന്നേകാൻ ഈ വ്യക്തി ഇതാ വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രണയബന്ധത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ തന്നെയാണോ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ പ്രണയബന്ധത്തിൽ ഉദ്ദേശിക്കുന്നതും? ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം മനക്കരുത്തുള്ള നല്ലൊരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വരുവാൻ താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പോലും ഈ വ്യക്തി വളരെയധികം പൂർവാധികം ശക്തിയോട് കൂടി, ഹൃദയത്തിൽ ധൈര്യത്തോടു കൂടി, ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. മറ്റാർക്കും ഈ വ്യക്തിയെ തകർക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങൾ ഒഴിച്ച്. ഈ വ്യക്തി എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾ മൂലം മാത്രമാണ് ഈ വ്യക്തി കീഴ്പോട്ട് പോയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ പിണങ്ങുന്നതുമായിട്ടുള്ള എന്തെങ്കിലും പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളതും തകർന്നു പോയിട്ടുള്ളതും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. മനസ്സുകൊണ്ട് വളരെയധികം ധൈര്യശാലി ഒക്കെ ആണെങ്കിൽ പോലും പ്രണയത്തിന്റെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും ഈ വ്യക്തി വളരെയധികം സെൻസിറ്റീവ് ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരികയും വിഷമം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് പോലും ഏറ്റവും വലിയ ഒരു പാഠം തന്നെയാണ്. കാലചക്രം അനുകൂലമാകാൻ ഈ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം നിങ്ങളിലൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ്. അപ്പോൾ ഇവിടെ ഈ വ്യക്തി പല സാഹചര്യങ്ങളിലും മിണ്ടാതെ നിശബ്ദമായി നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക? ഈ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ട് നിൽക്കുന്നത്. നല്ലൊരു ജോലിയും വരുമാനവും ജീവിതവും എല്ലാം ഈ വ്യക്തിക്കുണ്ട്. എല്ലാം കഴിവതും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് തന്നെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഈ വ്യക്തി ഇപ്പോഴും പരാജയപ്പെട്ട് നിൽക്കുന്നു. അത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്. നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് പുറകിലേക്ക് പോയിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഈ വ്യക്തിക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നാൽ മാത്രമാണ് സമാധാനത്തിലേക്കുള്ള ഒരു വഴി ഈ വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ. ഈ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു നന്മയേകാനും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകാ പുരുഷനോ മാതൃകാ സ്ത്രീയോ ആയിട്ട് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ധാരാളം അംഗീകാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കഴിവുറ്റ ഒരു പ്രതിഭയായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണുവാൻ കഴിയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവ പ്രകൃതവും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതൊരു പക്ഷെ നിങ്ങളുടെ അടുത്തും നല്ല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമായിരുന്നില്ല. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയോട് അതിനോടെല്ലാം എതിർത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി അതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം തന്നിഷ്ടം കാണിച്ചുകൊണ്ടും ധാർഷ്ട്യം കാണിച്ചുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് രൂപമാറ്റം സംഭവിച്ചു വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് വളരെ സമാധാനപ്രിയരും ഏറെ കൂടുതൽ താഴ്മയുള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റുള്ളവരുമായി അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ മെക്കിട്ട് കയറുവാനോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വളരെ കംഫർട്ട് സോണിൽ സ്വന്തം കാര്യം നോക്കി മാന്യമായി ജീവിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ ദൈവശക്തിയിലും പ്രപഞ്ചശക്തിയിലും പരിശുദ്ധമായ പ്രണയത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തും അഹങ്കാരം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും തൻ്റെ ഇടം കൊണ്ടുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതിയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങളിലൂടെ താഴ്മ എന്താണെന്നും സ്നേഹം എന്താണെന്നും ഒക്കെ ഈ വ്യക്തി അറിയാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ കാലചക്രം അനുകൂലമായാൽ മാത്രമേ നിങ്ങളുമായുള്ള കൂടിച്ചേരലിന് സാധ്യതയുള്ളൂ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവനിയോഗത്തിലും ഡെസ്റ്റിനേഷനിലും മാനിഫെസ്റ്റേഷനിലും മനഃശുദ്ധിയിലും ആത്മീയ യാത്രയിലുമൊക്കെ വളരെയധികം വിശ്വസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇത്തരം കാര്യങ്ങളോട് ഈ വ്യക്തിക്ക് പുച്ഛമായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇത്തരം കാര്യത്തിലേക്ക് വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്കും മുന്നേറുവാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സ് വളരെയധികം തിടുക്കം കൂട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി മനസ്സിനൊത്തല്ല ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ബുദ്ധി എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് ഈ വ്യക്തി അനുസരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ധൃതി പിടിച്ചിട്ടോ തിടുക്കം കാണിച്ചിട്ടോ യാതൊരു തരത്തിലുള്ള കാര്യവും ഇല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്നും ഏതോ ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെയും നിങ്ങളെയും നല്ല രീതിയിൽ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അറിവും കൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വെളിച്ചമായതുകൊണ്ട് തന്നെ മറ്റാരും തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അവിടെ ഒരു വെളിച്ചം പകരുവാനോ മറ്റുള്ളവരെ കൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരാനോ സാധിക്കുന്നില്ല. മറ്റാരുടേക്കും കൂടെ താമസിച്ചിട്ടും മറ്റാരുമായി ഇടപഴകിയിട്ടും വേറെ സ്ഥലത്തേക്ക് പോയിട്ടും എന്തൊക്കെ ചെയ്തിട്ട് പോലും നിങ്ങളുടെ സാന്നിധ്യത്തിന് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ പ്രതിഷ്ഠിപ്പിക്കാനായി സാധിക്കുന്നില്ല. ഈ ഒരു കാര്യത്തെ വളരെ അത്ഭുതകരമായി തന്നെയാണ് ഈ വ്യക്തി നോക്കിക്കാണുന്നത്. അതിന് പകരം അതിന് വേണ്ടിയിട്ട് ഒരു ആശ്വാസം ലഭിക്കുവാൻ ചില സൗഹൃദങ്ങളെ ഈ വ്യക്തി നന്നായി തന്നെ ആശ്രയിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ കുറച്ച് കൂടുതൽ ആശ്വാസം ഈ വ്യക്തിക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് മാത്രമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പല വിവാഹാലോചനകൾ വരുന്നുണ്ടാകാം. വേറെ ബന്ധത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ ഒരുപാട് തുറന്ന് കിടക്കുന്നുണ്ടാകാം. പക്ഷെ അതിലേക്കൊന്നും പോകാതെ ഈ വ്യക്തി ആ സ്ഥലങ്ങളിലേക്കൊക്കെ ആ അവസ്ഥകളൊക്കെ വരുമ്പോൾ കണ്ണടച്ച് നിന്നുകൊണ്ട് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ശബ്ദമുയർത്താൻ വളരെയധികം ഭയം തോന്നിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഈ വ്യക്തിക്ക് പേടി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ പേടിയുടെയും ഭയത്തിന്റെയും ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ എന്നേക്കുമായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഏറ്റവും മൃദുലമായി മനോഹരമായി കൊടുത്തിട്ടുള്ള വലിയൊരു ജീവിത പാഠം തന്നെയാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ നിങ്ങൾ വേണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ ഈ വ്യക്തി തന്നെ വേണം.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ വായനയായി ഇന്നത്തേത് എനിക്ക് തോന്നിയിരിക്കുന്നു. നിങ്ങൾക്കും തോന്നി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.